ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ 350 ബുള്ളറ്റിൽ ക്ലാസിക് 350ൻ്റെ റിമ്മും ആ ഒരു ടയറിൻ്റെ വിഡ്ത്തും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ മൂവ് ഓൺ ടു ദ വീഡിയോ. ഈ ഒരു വണ്ടിക്കാണ് നമ്മൾ അപ്സൈസ് ചെയ്യുന്ന ടയർ ഇടാൻ പോകുന്നത്. ഇതിൻ്റെ റിമ്മും പിന്നെ സ്പോക്കും നന്നായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു റിമ്മും സ്പോക്കും എടുത്തതിന് ശേഷം നമ്മൾ റേസ് എന്ന ടയറിൽ അപ്സൈസ് വേർഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓൾഡ് ടയറാണിത്. ഇതിൻ്റെ വീതി ആകെ കുറച്ചുള്ളൂ. മറ്റേ ടയറിന് അത്യാവശ്യം നല്ലൊരു വീതിയുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിക്ക് നല്ലൊരു സ്റ്റെബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇത് ലീഗലി അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ആൾട്രേഷൻ ആട്ടോ. അതായത് ഈ ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350ക്ക് വരുന്ന ഒരു ലീഗലി അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ആൾട്രേഷനാണ് ബാക്ക് ടയർ അപ്സൈസ് ചെയ്യാന്നുള്ളത്. വണ്ടിക്ക് കൂടുതൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ടയർ ആൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റേസിൻ്റെ ഒരു അപ്സൈസ് ടയറാണ് കേട്ടോ. അപ്സൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര വീതിയുള്ള ടയർ എടുത്തിട്ടുള്ളത്. പിന്നെ ആളുടെ പഴയ ടയർ ഇത്ര വീതിയേ ഉണ്ടായുള്ളൂ, ചെറിയ വീതിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്പോക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. റിം സ്പോക്കിൽ നിന്ന് ഹബ്ബ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിമ്മും ഈ സ്പോക്കൊക്കെ മാറ്റിയിട്ട് നമ്മൾ പുതിയത് ഫില്ല് ചെയ്ത് കൊടുക്കും. ഫ്രഷ് പാക്കറ്റിൽ ഉള്ള റിമ്മാണിത്. ബ്ലാക്ക് ആളുടെ വണ്ടിയിൽ ബ്ലാക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് റിമ്മും സ്പോക്കും അതിൻ്റെ നട്ട്സൊക്കെ കേട്ടോ, നട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ടയർ ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. സ്റ്റാൻഡേർഡിൽ നമുക്ക് ഓൾറെഡി 19 ഇഞ്ചാണ് ഇതിൻ്റെ വീൽ സൈസ് വരിക. അപ്പോൾ ഇതിൽ തന്നെ അപ്സൈസ് ചെയ്യണവരുണ്ട്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ മഡ് ഗാർഡിൻ്റെ ഉൾഭാഗത്തൊക്കെ ഇപ്പോൾ പില്ലിയനുള്ള ഒരാൾ ഇരിക്കുകയാണെന്ന് വെച്ചാൽ മഡ് ഗാർഡിൻ്റെ ഉള്ളിലൊക്കെ ഒരയാളുടെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും അപ്സൈസ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡിൽ അപ്സൈസ് ചെയ്യുമ്പോൾ ക്ലാസിക്കിൻ്റെ റിമ്മാക്കുക. അപ്പോൾ അത് 18 ഇഞ്ചാണ് വരിക. അപ്പോൾ 1 ഇഞ്ച് വട്ടം കുറഞ്ഞ് കിട്ടി. അപ്പോൾ അതിൽ അപ്സൈസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളു ഒരയില്ല. പിന്നെ അത്യാവശ്യം ഒരു 120 സൈസ് വരെയൊക്കെ 120, 130 വരെയൊക്കെ ചെയ്യാം, അപ്സൈസ് ചെയ്യാം. ക്ലാസിക്കിൻ്റെ റിമ്മാക്കാണ് ബെറ്റർ എപ്പോഴും. 19 ഇഞ്ചിൽ ചെയ്യുമ്പോൾ ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഉള്ളിൽ ഒരയാളെ സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ള ഓൾട്രേഷൻ നമ്മൾ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ബെറ്റർ സ്റ്റെബിലിറ്റിയും ഉണ്ടാവും. ഇപ്പോൾ സ്റ്റാൻഡേർഡിനുള്ള കുഴപ്പം എന്താ വെച്ചാൽ ബ്രേക്ക് ചെയ്യുമ്പോൾ പാളുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ബെറ്റർ ബ്രേക്കിങ്ങും ഉണ്ടാവും, ബെറ്റർ സ്റ്റെബിലിറ്റിയും നമുക്ക് വണ്ടിക്ക് കിട്ടും. പിന്നെ റേസ് എന്നുള്ള ബ്രാൻഡിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഒരു 42 മന്ത്സ് അൺകണ്ടീഷൻ വാറണ്ടിയും 6 ഇയേഴ്സ് സ്റ്റാൻഡേർഡ് വാറണ്ടിയും. ഒരു ഫ്രഷ് റബ്ബർ ഉപയോഗിക്കണ കാരണം നല്ല ലൈഫുമാണ് ടയറിന്. ഈ ഒരു പാറ്റേണിൻ്റെ പേര് റേസിൻ്റെ ടൂറാർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത്യാവശ്യം നമ്മുടെ ഇപ്പോഴത്തെ റോഡ് കണ്ടീഷൻ വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ഇതായിരിക്കും. ടൂറിങ് പർപ്പസിനാണ് ഇവർ കൂടുതൽ ഇറക്കണത്. നമ്മുടെ റോഡിലേക്ക് ബെറ്റർ ഇതാണ്. അത്യാവശ്യം ഒരു മാസമായിട്ടുള്ള ലുക്കും കിട്ടും. റിമ്മ് സ്പോക്കൊക്കെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്പോക്ക് സെറ്റ് ചെയ്യാൻ പുറത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സ്പോക്കൊക്കെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വാങ്ങി. ഇനി നമ്മളിതിൽ ടയർ ഫിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് വണ്ടിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. നമ്മളിതിൽ ടയർ ഫില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടയർ ഫില്ല് ചെയ്തതിന് ശേഷം റിമ്മും ടയറും എല്ലാം കൂടി നല്ലൊരു മാസ് ലുക്കായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ വണ്ടിയുടെ ബാക്ക് ടയർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇതാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള രൂപം. നമ്മൾ ഫ്രണ്ട് ടയർ മാറ്റിയിട്ടില്ല, ബാക്ക് ടയറാണ് അപ്സൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ക്ലാസിക്കിൻ്റെ. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ വണ്ടിക്ക് നല്ല ഭംഗിയുണ്ട്. പിന്നെ ബെറ്റർ ബ്രേക്കിങ്ങും സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ക്ലാസിക് 350ൻ്റെ ആ ഒരു സൈസിൽ വരുന്ന റിമ്മും ടയറും നമ്മൾ നോർമൽ ബുള്ളറ്റ് 350ക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അത് നമ്മുടെ നോർമലി പോലീസൊക്കെ സമ്മതിക്കുന്ന ഒരു ആൾട്രേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആൾട്രേഷനാണ്. നമുക്ക് വണ്ടിക്ക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആൾട്രേഷനും കാര്യങ്ങളൊക്കെ വേണ്ടവർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം Garage 51.